മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. മുന്നണി പ്രവേശനത്തിൽ UDF-നോട് ഇടഞ്ഞ PV അൻവർ തൃണമൂൽ കോൺഗ്രസിനെ UDF-ൽ ഘടകകക്ഷിയാക്കണമെന്ന ആവശ്യം. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലും അൻവറിന് അതൃപ്തി അറിയിച്ചു. വേണ്ടി വന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അൻവർ പറഞ്ഞു. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. കൂടി കടുപ്പിച്ച് പറയുന്നത്, അതായത് UDF-ലെ ഘടകകക്ഷിയാക്കണമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ പല ആവർത്തി കോൺഗ്രസ് നേതാക്കന്മാരോട് ചർച്ച നടത്തിയപ്പോഴൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ അന്നൊക്കെ തന്നെ UDF-മായി ഒരു കൂട്ടായ ചർച്ചയ്ക്ക് ശേഷം നിലപാട് വ്യക്തമാക്കാം എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്ന് രാവിലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുന്നണി പ്രവേശനം വളരെ വേഗത്തിലാക്കണം, ഒപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കാനാകില്ല, പകരം മറ്റൊരാളിനെ താൻ നിർദ്ദേശിച്ച VS ജോയിയെ തന്നെ മത്സരിപ്പിക്കണം എന്നൊരു നിലപാട് കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. ഇത് കൂടാതെ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് വേണ്ടി വന്നാൽ മത്സരിക്കും, അതായത് തള്ളാതെയും കൊള്ളാതെയും സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാകുമോ എന്ന് ചോദിച്ചപ്പോൾ ലീഡറുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് തള്ളാനും കഴിയില്ല കൊള്ളാനും കഴിയില്ല എന്ന തരത്തിലേക്ക് അദ്ദേഹം പറഞ്ഞു വെച്ചു. എന്തായാലും UDF-ന് ചെറിയൊരു തലവേദന ആണ് ഈ അൻവറിന്റെ നിലപാടുകൾ എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം നേരത്തെയും പല ആവർത്തി ഇത്തരത്തിൽ നിർണായക ഘട്ടങ്ങളിലൊക്കെ തന്നെ അൻവർ ചില നിലപാടുകൾ എടുത്തിരുന്നു. പ്രത്യേകിച്ചും CPM-ന്റെ കാര്യത്തിലും അത് തന്നെയായിരുന്നു. അദ്ദേഹം പല ആവർത്തി CPM-നെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും വിവിധ തരത്തിലുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തിയിരുന്നു. ഒപ്പം ആ സമയങ്ങളിലൊക്കെ തന്നെ CPM എടുത്ത നിലപാടുകളിൽ നിന്നും അല്ലെങ്കിൽ CPM കർശനമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് PV അൻവറിന് ഇടതുമുന്നണിയുടെ ഭാഗമായ സ്വതന്ത്രമായി മത്സരിച്ച PV അൻവറിന് അവിടെ നിന്ന് വിട്ട് പുറത്തേക്ക് പോകേണ്ടി വന്നതും പിന്നീട് MLA സ്ഥാനം രാജിവെക്കേണ്ടി വന്നതും. അത്തരത്തിൽ ഉള്ള ഒരു നിലപാട് ഇപ്പോൾ UDF-നോടും സ്വീകരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. മാത്രവുമല്ല, UDF നേതാക്കന്മാരുമായി നമ്മൾ ബന്ധപ്പെട്ട് പറയുന്നത് അവസരങ്ങൾ മുതലെടുക്കുവാൻ ഒരു ശ്രമം നടത്തുന്നു എന്നാണ് UDF നേതാക്കന്മാരെന്ന് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്ത് തന്നെ അൻവറുമായി UDF കൺവീനർ ചർച്ച നടത്തും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വിലപേശലുകൾ ഉണ്ടായാൽ അതിന് മുന്നിലേക്ക് കോൺഗ്രസ് താഴേണ്ട സാഹചര്യം ഇല്ല. പ്രത്യേകിച്ചും കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് ഇത് ഒരു LDF അല്ലെങ്കിൽ ഇടതുമുന്നണി സ്വതന്ത്രമായി മത്സരിച്ച PV അൻവർ ഇപ്പോൾ ഇടതുമുന്നണിയുടെ ആ സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തിയാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കടമ്പകൾ ഉണ്ടെങ്കിലും അത് കടക്കാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയും. ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്നതിനോട് ഒരു വിഭാഗം നേതാക്കന്മാർക്ക് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് KPCC പ്രസിഡന്റിനെയും LDF കൺവീനറെയും അവർ അറിയിച്ചു കഴിഞ്ഞു. മാത്രവുമല്ല, ഇതിന് ഒരു നിർണായക ചർച്ചയിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുവാൻ ലീഗ് തന്നെ ആയിരിക്കും. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുമായി ഒരു ചർച്ച നടക്കുമെന്നുള്ളത് ഉറപ്പാണ്. അത്തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് മുസ്ലിം ലീഗിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. കാരണം നിലവിലെ ഒരു സാഹചര്യത്തിൽ ഷൗക്കത്തിനെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകണ്ട എന്ന നിലപാടാണ് ലീഗ് കൈക്കൊണ്ടിരിക്കുന്നത്. അതിന് വിരുദ്ധമായ ഒരു നിലപാട് ഇപ്പോൾ PV അൻവർ പറഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ ഇങ്ങനെ ഒരു വ്യത്യസ്ത നിലപാട് PV അൻവർ സ്വീകരിച്ചിരിക്കുന്നതിനോടുള്ള വിയോജിപ്പ് ലീഗിലെ നേതാക്കന്മാർക്കും ഉണ്ട്. എന്തായാലും ഇന്ന് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകും. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, UDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് അടുത്ത സമയത്താണ് PV അൻവർ ഇങ്ങനെ ഒരു വഴിമുടക്കിയായി എത്തിയതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും എന്തൊക്കെ എതിർപ്പ് വന്നാലും ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുക എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ UDF-നും കോൺഗ്രസിനും ഉള്ളത്. കാരണം VS ജോയിയുമായി അവർ ചർച്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് തൽക്കാലം അവിടെ മത്സരിക്കുന്ന താല്പര്യവും ഇല്ല. അതുകൊണ്ട് തന്നെ ആര്യൻ ഷൗക്കത്ത് തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി. പിന്നീട് ഈ ഷൗക്കത്തിനോടുള്ള ഒരു വിയോജിപ്പ് അത് PV അൻവർ പുറത്തു കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിന് വേണ്ടി വന്നാൽ ഒരുപക്ഷെ മത്സരിക്കും എന്ന് പറയുമ്പോഴും അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപക്ഷെ ഒരു പിന്തുണയും ഇല്ലാതെ കാര്യമായ തരത്തിൽ PV അൻവറിന് അവിടെ നിന്ന് വോട്ട് ശേഖരിക്കാൻ കഴിയില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാരും മനസ്സിലാക്കുന്നതും അവർ പറയുന്നതും. അത്തരത്തിൽ ഒരു വലിയ മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ ഒരു പക്ഷേ രണ്ട് മുന്നണികൾക്കും ഈ PV അൻവർ മത്സരിക്കുകയാണെങ്കിൽ ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ചർച്ച ചെയ്ത് ഒരു സമവായത്തിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയും കോൺഗ്രസ് നേതാക്കന്മാർ പങ്കുവെക്കുന്നുണ്ട്. ആതിര. ശരി ബിനോയ്, മുന്നണി പ്രവേശനത്തിൽ UDF-നോട് ഇടഞ്ഞ PV അൻവർ തൃണമൂൽ കോൺഗ്രസിനെ UDF-ൽ ഘടകകക്ഷിയാക്കണമെന്ന ആവശ്യം.